ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1960 റിലീസ് ചെയ്ത മെസലീന എന്ന ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒരു പ്രതികാര കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ ഒരാളുമായി വളരെ രഹസ്യമായി സംസാരിക്കുന്നത് കാണിക്കുന്നു. ശരിയായ സമയം വരുമ്പോഴേക്കും ഞാൻ നിന്നെ രാജാവുമായി വിവാഹം ചെയ്തു തരാമെന്നും അതുവരെ നീ സമാധാനമായി ഇരിക്കാനും ഹീറോയിനോട് അയാൾ പറയുന്നു. തുടർന്ന് യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന രാജാവിനോട് ഹീറോയിൻ്റെ ഒപ്പം നിന്ന ആൾ സംസാരിക്കാനായി എത്തി. അയാൾ രാജാവിൻ്റെ വിശ്വസ്തൻ ആയിരുന്നു. ഇനി നിനക്കൊരു വിവാഹം കഴിക്കേണ്ടത് ആവശ്യമാണെന്ന് അയാൾ രാജാവിനെ ഉപദേശിക്കുന്നു. അതിനിപ്പോൾ ആരാ ഉള്ളതെന്നും നീ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നും അവനോട് രാജാവ് ചോദിച്ചു. ആ സമയം തൻ്റെ കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരാളെന്ന നിലയിൽ അയാൾ ഹീറോയിൻ്റെ കാര്യം രാജാവിനോട് അവതരിപ്പിക്കുന്നു. ആ സമയം തൊട്ടടുത്തുണ്ടായിരുന്ന രാജാവിൻ്റെ ജോലിക്കാരൻ അതിനെ എതിർക്കുന്നു. അതിന് കാരണം അവൻ ഹീറോയിനെ സ്നേഹിക്കുന്നു. പക്ഷേ ഹീറോയിൻ അവനെ അകറ്റി നിർത്തിയിരുന്നു. ഇതിനിടയിൽ ഹീറോയിനെ തേടി മറ്റു പലരും കൊട്ടാരത്തിൽ നിന്നും പ്രണയ അഭ്യർത്ഥന നടത്താൻ എത്തിയിരുന്നു. അതിൽ ഒരാളുമായി ഹീറോയിൻ കമ്പനിയാകുന്നു. ഒരു നാൾ അവനുമായി ഹീറോയിൻ നേരിൽ കാണാനും അവർ ഒന്നിച്ച സമയം പല സംഗതികൾ ഹീറോയിൻ നടത്തുന്നു. അവനെക്കൊണ്ട് തനിക്ക് പല കാര്യങ്ങളും നേടാനുള്ളതിനാൽ മാത്രം ഹീറോയിൻ അതിന് തുനിയുന്നു. അവനോട് രാജാവിനെ എതിർത്ത് പടയൊരുക്കി യുദ്ധം ചെയ്യാനായി ഹീറോയിൻ ഉപദേശിക്കുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ആൾബലവും മനബലവും തനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. ശേഷം ഹീറോയിനും രാജാവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ച പോലെ നടക്കുന്നു. ആ വിവാഹശേഷം ഹീറോയിനും ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ച രാജാവിൻ്റെ സുഹൃത്തും തമ്മിൽ പ്രണയത്തിലാണെന്ന് കാണിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ പ്ലാൻ പോലെയായിരുന്നു ആ വിവാഹം നടക്കുന്നത്. പക്ഷേ വിവാഹം നടന്നതോടെ ഹീറോയിൻ കാമുകനെ തേക്കുന്നു. തന്നെ തേച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ സത്യം രാജാവിനെ അറിയിക്കും എന്നായതോടെ അവനെ പറഞ്ഞ് മയക്കി മദ്യം കുടിപ്പിക്കുകയും ശേഷം ഹീറോയിൻ കാമുകനെ വകവരുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഈ സംഭവം ഒരാൾ കാണുകയും ചെയ്യുന്നു. അന്ന് രാത്രിയിൽ ഹീറോയിനെ കൊട്ടാരത്തിൽ തുടരാൻ അനുവദിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അയാൾ അവളെ കൊല്ലാനായി ആളെ വിടുന്നു. പക്ഷേ കൊല്ലാൻ വന്നവനെ പോലും ഹീറോയിൻ മടക്കിയെടുത്ത് പരിപാടികളൊക്കെ ചെയ്ത ശേഷം അടുത്തനാൾ തൻ്റെ അടുത്ത് മോശമായി പെരുമാറി എന്ന കുറ്റം ആരോപിച്ച ശേഷം അവനെ വകവരുത്തി. ശേഷം അവിടുത്തെ മന്ത്രിയെ കാണിക്കുന്നു. മന്ത്രിയും ഇനി മുതൽ ഹീറോയിൻ ഈ കൊട്ടാരത്തിൽ ഉള്ളവർക്ക് ഒരു ഭീഷണിയാണെന്ന കാര്യം മനസ്സിലാക്കി. അതോടെ എല്ലാവരും ഹീറോയിനെ ഭയക്കാനും ഒന്ന് കരുതിയിരിക്കാനും തുടങ്ങുന്നു. തുടർന്ന് ഹീറോയിൻ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്ന ആൾ യുദ്ധത്തിന് പോയിട്ട് കൊട്ടാരത്തിലേക്ക് തിരികെ എത്തി. അവനെ കാണാനായി അവൾ കാത്തിരിക്കുകയും ഉടനെ തന്നെ അവർ അവിടെ വെച്ച് കാണുകയും ചെയ്തു. താൻ യുദ്ധത്തിന് പോയി മടങ്ങി വന്ന ആ ഗ്യാപ്പിൽ ഹീറോയിൻ എങ്ങനെ രാജ്ഞിയായി എന്ന് അവൻ അത്ഭുതപ്പെടുന്നു. ശേഷം അവർക്കിടയിൽ റൊമാൻസൊക്കെ നടന്നു കഴിഞ്ഞ് അടുത്ത സീനിൽ താൻ ഇല്ലാത്ത സമയം ഹീറോയിൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആ നീതിയെക്കുറിച്ച് ഹീറോ അറിയുകയും ഹീറോ അതേപ്പറ്റി അവളോട് ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഹീറോയിൻ അവനെ ഡൈവേർട്ട് ചെയ്യുകയും അവനെ മയക്കിയെടുത്ത് തൻ്റെ വഴിക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ സമയം ഹീറോയെ സൂക്ഷിക്കണമെന്നും അവൻ ഇപ്പോൾ ഹീറോയിൻ പറയുന്നത് മാത്രം കേട്ട് രാജാവിനെ പോലും ദ്രോഹം ചെയ്യാൻ മടിക്കില്ല എന്നുമൊക്കെ എല്ലാവരും ചേർന്ന് രാജാവിനെ ധരിപ്പിക്കുന്നു. പക്ഷെ തൻ്റെ പടത്തലവനായ ഹീറോയെ തനിക്ക് വിശ്വാസമാണെന്നും തനിക്ക് അവൻ ദ്രോഹം ചെയ്യില്ല എന്നും രാജാവ് എല്ലാവരോടും പറഞ്ഞു. ശേഷം വരും ദിവസങ്ങളിൽ ഹീറോയിൻ പാവപ്പെട്ട ജനങ്ങളെ ഒഴിപ്പിച്ചു വിടാനായുള്ള ഉത്തരവ് കൊടുക്കുന്നു. ആ കൃത്യം ഹീറോയെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ഒരുങ്ങുന്നു. ഈ എതിരെ ആദ്യം പ്രതികരിച്ച് നിന്നതും മറ്റുള്ളവർ ചെയ്യാൻ ധൈര്യപ്പെടാത്തതുമായ ഈ കാര്യം ഹീറോയെ വെച്ച് തന്നെ അവനെ തൻ്റെ വഴിക്ക് വശീകരിച്ചെടുത്ത് ഹീറോയിൻ നടപ്പിലാക്കി. അതോടെ ഹീറോയിൻ്റെ വലയിൽ പൂർണ്ണമായും വീണ ഹീറോ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഉത്തരവ് നടപ്പാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. അതോടെ ആദ്യം വാക്കാൽ പറയുകയും പിന്നീട് ഹീറോ അനുസരിക്കാത്തവരെ ബലമായി തന്നെ ഒഴിപ്പിക്കാനും മടി കാണിച്ചില്ല. ഇതെല്ലാം മനസ്സിലാക്കിയ മറ്റൊരു പടനായകനും അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഹീറോയുടെ ഒരു സുഹൃത്തിനെ ഹീറോയിൻ പ്ലാൻ ചെയ്ത് വകവരുത്തി. തനിക്കയാൾ ഒരു ഭീഷണിയാകുമോ എന്ന ഭയന്ന ഹീറോയിൻ അത് ചെയ്തതോടെ വിവരം മണത്തറിഞ്ഞ ഹീറോ അവളോട് ആ കാര്യം ചോദിക്കാനായി അവിടേക്കെത്തുന്നു. പക്ഷേ ഹീറോയിൻ വിഷയം അവിടെ നിന്നും ഹീറോയുടെ മറ്റൊരു സുഹൃത്തിലേക്ക് പഴിചാർത്തി കൊടുക്കാനായി ശ്രമിക്കുന്നു. ഒടുവിൽ ഹീറോ അത് വിശ്വസിക്കുന്നു. തുടർന്ന് സത്യങ്ങളറിയാവുന്ന ആ പടനായകൻ ഹീറോയിനെ കാണാനായി വരുന്നു. എന്നാൽ ഹീറോയിൻ അവനെ വശീകരിച്ചെടുത്ത് ഒരു സംഗതി നടത്തി. ശേഷം ആ കൊല നടത്തിയത് താനും തന്നെ ആണെന്നും എന്നാൽ ഹീറോ അത് ഒരിക്കലും കണ്ടുപിടിക്കരുതെന്നും അതിനായി അയാൾ സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന രീതിയിൽ ആ വിഷയം അവസാനിപ്പിക്കണമെന്നും ആജ്ഞാപിച്ച് ഹീറോയിൻ അവനോട് രഹസ്യമായി ഈ കാര്യം പറയുന്നു. തുടർന്ന് പടനായകൻ ഈ കാര്യം ഒളിച്ചു വയ്ക്കാതെ സത്യങ്ങളെല്ലാം ഹീറോയെ ധരിപ്പിച്ചു. ഹീറോയിൻ തന്നെയാണ് കൊല നടത്തിയതെന്നും അയാൾ ഹീറോയെ അറിയിച്ചു. സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ചെയ്ത തെറ്റിന് സ്വയം ശിക്ഷ ഏറ്റെടുത്ത വിഷം കഴിച്ച് അവിടെ മരിച്ചു വീഴുന്നു. അതോടെ ഹീറോയിൻ തന്നെ മൊത്തത്തിൽ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഹീറോ ദേഷ്യത്തോടെ അവളെ കാണാനായി പോകുന്നു.
ആ സമയം ഹീറോയെ തടയാനായി ജോലിക്കാർ ഓരോന്നായി എത്തി. പക്ഷേ എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഹീറോയിൻ്റെ ഒരു ശിങ്കിടി തടഞ്ഞു നിർത്തുകയും നടന്ന കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനായി ഹീറോയുമായി അവൻ ഡീൽ ഉറപ്പിക്കുന്നു. നടന്ന കാര്യങ്ങൾ ആരും ഇപ്പോൾ അറിയണ്ട എന്ന വാക്ക് എന്തുകൊണ്ടോ ഹീറോ ആ നിമിഷം കേൾക്കുകയും അവൻ തിരികെ പോവുകയും ചെയ്തു. എന്നാൽ ഉടനെ തന്നെ രാജാവിനെ തന്നെ വകവരുത്താനും രാജ്യം തൻ്റെ കീഴിൽ കൊണ്ടുവരാനും ഹീറോയിൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതിനായി ഹീറോയെ അവിടെ നിന്ന് മാറ്റാനായി ഹീറോയിൻ അവനെ യുദ്ധത്തിനായി അയക്കുന്നു. ഈ സമയം കൊണ്ട് രാജാവിനെ വകവരുത്താനായി ഹീറോയിൻ ശ്രമിച്ചു. പക്ഷേ വിവരം മനസ്സിലാക്കിയ ഹീറോ വേഗം കൊട്ടാരത്തിലേക്ക് എത്തുകയും ഹീറോയിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ആ ശിങ്കിടിയെ തന്നെ ആദ്യം വകവരുത്തുകയും ചെയ്യുന്നു. ശേഷം രാജാവിൻ്റെ ജീവൻ രക്ഷിച്ച ഹീറോ നടന്ന സത്യങ്ങളെല്ലാം അയാളെ അറിയിക്കുന്നു. അതോടെ ഹീറോയിൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കള്ളത്തരങ്ങളും പുറത്തറിയുന്നു. ശേഷം ശിക്ഷ വിധിക്കാൻ നേരം മനസ്സ് മാറി ഹീറോയിൻ ഹീറോയെ അടുത്ത് വിളിച്ച് എന്നോടുള്ള സ്നേഹം അറിയിക്കുകയും തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തനിക്ക് ചതിക്കേണ്ടി വന്നതിനെക്കുറിച്ച് ഹീറോയിൻ എല്ലാം ഏറ്റുപറഞ്ഞ് ഹീറോയോട് മാപ്പും ചോദിക്കുന്നു. ശേഷം സ്വയം ഒരു കത്തിയാൽ ഹീറോയിൻ ജീവൻ ഒടുക്കുകയും ചെയ്യുന്നു. ആ സീനോട് ചിത്രം അവസാനിപ്പിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.